ഹായ് എല്ലാവർക്കും രാക്കാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോണത് നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങൾക്കും പറയാം. എൻ്റെ ഡ്രൈവറെ കൂടി എൻ്റെ കയ്യിൽ കൂടെ കുഴപ്പമില്ല, സേഫായിട്ട് എത്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ. ഇത് നമ്മുടെ അതിരപ്പള്ളിക്ക് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചെറിയൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ സൈൻ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, മൃഗങ്ങളെ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ അതിരപ്പള്ളിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ അതിരപ്പള്ളി ഫ്രണ്ടിലത്തെ ഗേറ്റിൻ്റെ മുന്നിലെത്തി. ഇത് കാലത്ത് 8 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ്. 5 മണിക്കാണ് ക്ലോസിങ് ടൈം. അപ്പോൾ അതൊരു ചെറിയൊരു കയറ്റാണ്. അത് കയറ്റം കയറി വേണം നമ്മൾ വാട്ടർഫാൾസിൻ്റെ അവിടേക്ക് എത്താനായിട്ട്. അപ്പോൾ ഇവിടെ ഇവിടം വരെ നമുക്ക് ഇറങ്ങി നിൽക്കാനുള്ള പറ്റും. പക്ഷെ നമുക്ക് വെള്ളച്ചാട്ടം കാണുന്നത് താഴെ അതിർത്തിയിലാണ്. അപ്പോൾ നമ്മൾ പോണ വഴി അതിർത്തി ചുറ്റിനുള്ള പോണ വഴിക്കുള്ള സൈഡുകളിലൊന്നും ചെറിയ മുഴക്കം അതിനുശേഷം അപ്പോൾ നമുക്ക് മഴ കാരണം അന്ന് നല്ല വെയിലുണ്ട്. എല്ലാവരും കുട വെള്ളം നല്ല പാറക്കല്ലൊക്കെ അപ്പോൾ അതേപോലെയാണ് നിറഞ്ഞു വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കുടയ്ക്ക് പോകുന്നത്. ഞങ്ങളൊന്നും ചൂടിന് നിന്നില്ല. അത് പിന്നീട് കണ്ടു. എനിക്ക് ആശുപത്രിയിൽ കറക്റ്റ് വരാനുള്ള സമയം ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ മോളിലേക്ക് കയറി വന്നു. അവിടെ നിന്നിട്ട് നമ്മൾ പാറക്കല്ലിൽ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നിട്ട് മുളവാരി വെച്ച് കിട്ടി. അതിൻ്റെ സൈഡിൽ കൂടെ നിന്ന് നോക്കുമ്പോൾ അപ്പോൾ നമുക്കൊരു നല്ലൊരു കാലത്തിന് വേനൽക്കാലത്ത് ഇത്രയ്ക്ക് കട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കിതിൽ അടുത്തൊക്കെ പോയി തൃശ്ശൂർക്കാർ അഹങ്കാരം അതിരപ്പള്ളി വാട്ടർഫാൾസ്. പക്ഷെ നമ്മൾ അവിടേക്ക് ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി നിൽക്കുമ്പോൾ മഴയെ കാരണം ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. തൃശ്ശൂർക്കാരുടെ സ്വന്തമാണത്, ആരും കൂട്ടുകൊടുക്കുക. ഇവിടെ നിന്ന് തന്നെ എല്ലാവരും ഞങ്ങളും കുറച്ച് നേരം ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് തിരിച്ചു പോകുമ്പോൾ അതിന് മുന്നേ തന്നെ അവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പക്ഷേ ആന അങ്ങനെ സൈൻ ബോർഡൊക്കെ എന്നാലും വെച്ചിട്ട് മോനേട്ടനാണ് അത് ഫോട്ടോ ഒക്കെ വീഡിയോ എടുത്ത് അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ തന്നെയാണ് സിൽവർ സ്റ്റോമും. അപ്പോൾ അവിടെ നിന്ന് ആൾ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, കുറേ മുന്നേ കുട്ടികൾ ചെറുതായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ സിൽവർ സ്റ്റോമൊക്കെ കാണാൻ പോയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ തിരിച്ചിട്ട് ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടാണ്. പച്ചമുളകിൻ്റെ ഐസ്ക്രീമും ഞാൻ എൻ്റെ ഐസ്ക്രീം കൊടുത്തു. നല്ല ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസ് കണ്ട് തിരിച്ചതേ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ നമ്മളവിടെ സമയം മണി 8:30 അപ്പോഴാണ് ഞാൻ തിരിച്ചെത്തിയത്. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളും പിന്നെ വന്നായിട്ട് കുറച്ച് നിർത്തി വന്ന കാരണം ഇത്ര നേരം വൈകി തന്നെ. അപ്പോൾ എൻ്റെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൺ എന്നുള്ള ബട്ടൺ കൂടി അടിക്കുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതായിരിക്കും ടാറ്റ ബൈ ബൈ.